അങ്ങനെ 2020 ശേഷം വീണ്ടും ഇതാ ബാർസലോണ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബാർസ വീണ്ടും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത്. ഇരുപാതകളിലുമായി ഇറ്റാലിയൻ വമ്പന്മാരായ നെപ്പോളിയെ 4-2 എന്ന അഗ്രിഗേറ്റ് സ്കോറിന് തോൽപ്പിച്ചാണ് ബാർസ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം ഉറപ്പാക്കിയത്. ഇന്ന് ബാർസയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന പോരാട്ടത്തിൽ 1-3 ഗോളുകൾക്കാണ് ബാർസലോണ നെപ്പോളിയെ പരാജയപ്പെടുത്തിയത്. 17 വയസ്സും 50 ദിവസവും മാത്രം പ്രായമുള്ള കുബ്രസി എന്ന ഈ കളിക്കാരൻ്റെ പേരാണ് മത്സരത്തിനു ശേഷം ഉയർന്നു കേൾക്കുന്നത്. ഇദ്ദേഹവും ലാ മാസിയ പ്രൊഡക്റ്റ് തന്നെയാണ്. നെപ്പോളിയയുടെ മുന്നേറ്റത്തെയെല്ലാം കീറി മുറിച്ച് കയ്യിലൊതുക്കുന്ന പ്രകടനമാണ് ഈ 17 വയസ്സുകാരനിൽ നിന്നും കാണാൻ സാധിച്ചത്. മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു. മത്സരത്തിൻ്റെ 15-ാം മിനിറ്റിൽ ഫെർണാണ്ടോ ലോപ്പസിലൂടെയാണ് ബാർസലോണ മുന്നിലെത്തുന്നത്. അധികം വൈകും മുമ്പ് വെറും 2 മിനിറ്റിനകം ജാവോ ക്യാൻസലയിലൂടെ ബാർസലോണ ലീഡ് വർദ്ധിപ്പിച്ചു. എന്നാൽ മത്സരത്തിൻ്റെ 30-ാം മിനിറ്റിൽ തന്നെ റഹ്മാനി എന്ന താരത്തിലൂടെ നെപ്പോളി തിരിച്ചുവരവിനുള്ള സൂചനകളെല്ലാം കാട്ടി തുടങ്ങിയെങ്കിലും നെപ്പോളിയുടെ തിരിച്ചുവരവിനുള്ള എല്ലാ പ്രതീക്ഷകളും തല്ലിച്ചതച്ചായിരുന്നു സൂപ്പർ താരമായ ലെവൻഡോസ്കി മത്സരത്തിൻ്റെ 83-ാം മിനിറ്റിൽ വീണ്ടും വല കുലുക്കിയത്. നിലവിൽ നീണ്ട 4 വർഷങ്ങൾക്കു ശേഷമാണ് ബാർസലോണ വീണ്ടും റൗണ്ട് ഓഫ് 16 കടന്ന് മുന്നേറുന്നത്. ഏതായാലും ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ ബാർസ കാഴ്ചവെച്ചത്.